അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കണ്ണൂർ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നൊരു റെസിപ്പിയാണല്ലോ സമൂസയുടേത്. അധിക പേർക്കും സമൂസ ഫോൾഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വെക്കുന്നവരുണ്ടാവും. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സമൂസ ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. സമൂസക്ക് നമ്മൾ പലതരത്തിലുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാറുണ്ടാവും. എന്നാൽ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ചൂടായ ഓയിലിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ചെറുതായി ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു സവാള ഒരുപാടങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് വാട്ടിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 എണ്ണം എടുത്തിട്ട് ഓയിൽ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നില്ല, അതേപോലെ പൊരിച്ചെടുത്തിട്ട് ഇത് കയ്യിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് ആ ഒരു ഫില്ലിങ്ങിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല, ചെറിയൊരു കഷ്ണങ്ങൾ കടിക്കുന്ന തരത്തിൽ ഇത് നമുക്ക് കയ്യിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കോട്ടെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടുള്ള സമൂസ കഴിക്കാൻ. കുറേയൊന്നും വേണ്ട, നമ്മുടെ സമൂസ ഷീറ്റ് എന്ന് പറയുമ്പോൾ അത്രയും തിന്നായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ 2 എണ്ണം മാത്രം മതി. എന്നിട്ടത് പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. സമൂസയുടെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് നമ്മൾ പല തരത്തിൽ ചെയ്തെടുക്കാറുണ്ടാവും. എന്നാൽ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ, സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റിൽ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ഇത് അത്രയും തിന്നായിട്ടുള്ള സമൂസ ഷീറ്റാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെ ഒന്നങ്ങ് കോണ് പോലെ ആക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഫില്ലിങ് വെക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കുത്തി നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെയാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ 1-2 എണ്ണമൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചെയ്ത് നമുക്കത് ഈസി ആയിട്ട് വരികയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ മൈദയുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്നങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പച്ചവെള്ളം ഒന്നങ്ങ് തേച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റുമേ. അത്രയും തിന്നായിട്ടുള്ള സമൂസ ഷീറ്റാണല്ലോ ഇത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടിക്കോളും. ഞാനും ഈ ഒരു സമൂസ ഫോൾഡ് ചെയ്യുന്നതിൽ അത്ര എക്സ്പെർട്ട് ഒന്നുമല്ല. ഇതിപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ്. ഇതും അത്രയ്ക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് ഒപ്പിച്ചിട്ട് ആ ഒരു സമൂസയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലതൊന്നും ഇതിലെനിക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ റെഡി ആവാത്തതൊക്കെ ഞാൻ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എണ്ണയിലിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടില്ല, ചിലതൊന്നും ഒട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ചിലത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും തിന്നായിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഒത്തിരി അങ്ങ് ഓയിൽ കുടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചൊന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി മുഴുവനായിട്ട് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത്. ഈ ഒരു ഓയിൽ ഫ്രൈ ചെയ്തെടുത്തതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുത്ത സമൂസയായിരുന്നേ. ഒട്ടും ഓയിലൊന്നും ഇല്ലാതെ നല്ല ക്രിസ്പി ആയിട്ടായിരുന്നേ അതുണ്ടായിരുന്നത്. കുറേ സമയം ആ ഒരു പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇത് ചെറിയ ആ ഒരു നല്ല തിന്നായിട്ടുള്ള സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഓയിലിട്ട സമയത്ത് പെട്ടെന്ന് അങ്ങ് എണ്ണ കുടിച്ചതുകൊണ്ട് ഒരു 5-6 എണ്ണം മാത്രമേ ഞാൻ ഓയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അധികം എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുത്താൽ അധികം ഓയിൽ കുടിക്കാതെ നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റുക. എന്ത് സ്നാക്സ് ആയാലും ഇപ്പോൾ ആ ഒരു ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്തതാണല്ലോ, ആ ഒരു പുറമേയുള്ള ആ ഒരു ഷീറ്റ് മാത്രം ഒന്നങ്ങ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അതങ്ങ് കോരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അധിക പേർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും സമൂസ. കാരണം ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോമ്പ് തുടങ്ങുന്ന സമയത്ത് പ്രധാനമായിട്ടും കണ്ണൂർ മലപ്പുറം ഭാഗങ്ങളിലൊക്കെയുള്ള വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്നൊരു സ്നാക്സ് ആയിരിക്കും ഈ ഒരു സമൂസ. അപ്പോൾ ആ ഒരു സമൂസ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ ഈ ഒരു ഭാഗത്ത് വെക്കുന്നത് ഞാൻ എയർ ഫ്രൈ ചെയ്തതാണ്. അധികം ബ്രൗൺ കളറാക്കാതെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് അടിപൊളിയായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ. നമ്മൾ മൈദയുടെ ഡോ വെച്ചിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ആ ഒരു ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റുക കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.